സിനിമ ആരംഭിക്കുമ്പോൾ ഇറച്ചിവെട്ടുകാരായ വിൻസെന്റിനെയും ഭാര്യ സോഫിയയെയും നമുക്ക് പരിചയപ്പെടുത്തുന്നു. രണ്ടുപേരും ഇറച്ചിക്കട ബിസിനസ് തുടങ്ങിയിട്ട് നാള് കുറച്ചായി. എന്നാലും മറ്റുള്ളവരുടെ കടകളെ അപേക്ഷിച്ച് ഇവരുടെ കടയിൽ കച്ചവടം താരതമ്യേന കുറവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് കുറച്ച് മൃഗസ്നേഹികൾ വിൻസെന്റിന്റെ കടയിലേക്ക് അതിക്രമിച്ചു കയറുന്നു. കോഴികളുടെ മുഖം മൂടി അണിഞ്ഞെത്തിയ അവർ അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ആ അടിപിടിക്കിടയിൽ വിൻസെന്റ് ഒരുത്തനെ അടിച്ചു വീഴ്ത്തുകയും അയാളുടെ മുഖം മൂടി വലിച്ചൂരിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ വിൻസെന്റിന് അയാളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുൻപ് മറ്റ് അക്രമികൾ കൂടി വന്ന് വിൻസെന്റിനെ തള്ളിയിട്ട് അവനെയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം സോഫി തന്റെ കൂട്ടുകാരിയായ നോവയോട് വിശദീകരിക്കുന്നു. ഞങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്, കടയാണെങ്കിൽ ആകെ നഷ്ടത്തിലും, അതിനിടയിൽ ബാങ്ക് ലോണിന് അപേക്ഷിച്ചിട്ട് തരുന്നുമില്ല എന്ന് വളരെ വിഷമത്തോടെ സോഫി നോവയോട് പറയുന്നു. നോവയുടെ ഭർത്താവ് മൈക്കിളിനും ഇറച്ചിക്കട തന്നെയായിരുന്നു ബിസിനസ്. പക്ഷേ അയാൾക്ക് 4-5 ബ്രാഞ്ചുകളും നല്ല കച്ചവടവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോഫിയെയും വിൻസെന്റിനെയും കളിയാക്കിക്കൊണ്ടാണ് മൈക്കിൾ സംസാരിച്ചിരുന്നത്. ശേഷം അവർ ഇറങ്ങാൻ നേരം മൈക്കിൾ ഒരു ഗണ്ണ് എടുത്തുകൊണ്ടുവന്ന് ഇത് താൻ വെച്ചോളൂ, കാട്ടിൽ പോയി വേട്ടയാടിക്കോ എന്നൊക്കെ പറഞ്ഞ് ഗണ്ണ് വിൻസെന്റിന് ഗിഫ്റ്റായിട്ട് മൈക്കിൾ നൽകുന്നു. അയാൾ പലതവണ വേണ്ട എന്ന് പറഞ്ഞിട്ടും മൈക്കിൾ അത് അവനെ തന്നെ ഏൽപ്പിക്കുന്നു. വേറെ വഴിയില്ലാതെ വിൻസെന്റ് അത് വാങ്ങുന്നു. മൈക്കിളിന്റെ കുത്തുവാക്കുകളിൽ ആകെ വിഷമിച്ചുകൊണ്ട് തിരികെ വരികയായിരുന്ന വിൻസെന്റിനോട് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അയാളെ നോക്ക് പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്കാണെങ്കിൽ ഉള്ള ഒരു കട പോലും ലാഭത്തിൽ കൊണ്ടുപോകാനും പറ്റൂല, വെറും ഉണ്ടാക്കാൻ, എനിക്കയ്യ ഇനി നിങ്ങളോടൊപ്പം പൊറുക്കാൻ എന്നൊക്കെ പറഞ്ഞ് സോഫി വിൻസെന്റിനെ കളിയാക്കുന്നു. അതുകൂടി കേട്ടതോടെ വിൻസെന്റ് വളരെയധികം ദേഷ്യത്തോടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ആ സമയത്താണ് മുൻപ് അവരുടെ കട ആക്രമിച്ച ആ വെജിറ്റേറിയൻ പയ്യൻ ആ റോഡിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് വിൻസെന്റ് കാണുന്നത്. ഉടൻ തന്നെ വിൻസെന്റ് വണ്ടി ചവിട്ടി നിർത്തി റിവേഴ്സ് എടുത്ത് ആ ചെക്കന്റെ അടുത്തേക്ക് വണ്ടി വിടുന്നു. ശരീരത്തിലൂടെ വണ്ടി കയറി ഇറങ്ങി അവൻ മരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവര് ആ ഡെഡ് ബോഡിയും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. കഥ ഞാൻ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്യാണ്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മളെല്ലാവരും കഥകൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ, അതിലൂടെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. സിനിമാ കഥ പറഞ്ഞുതരാൻ ഞാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവലുകളും ഹിസ്റ്ററി, മിസ്റ്ററി, ത്രില്ലർ, ഹൊറർ അങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള നോവലുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിലോ? അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് കുക്കു FM. ഈ ആപ്പിലൂടെ അനവധി ഓഡിയോ ബുക്സുകൾ നിങ്ങൾക്ക് യഥേഷ്ടം ഏത് സമയത്തും കേൾക്കാൻ സാധിക്കും. ബസ്സിൽ പോകുമ്പോഴായാലും, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും, അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കിലാണെങ്കിലും ഈ കുക്കു FM എന്ന് പറയുന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ സാധിക്കും. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള കഥകളെല്ലാം കുക്കു FM നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ കഥകൾ ആഴ്ചകളിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്കുറപ്പാണ് കുക്കു FM എന്ന് പറയുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും വേണ്ടി ഒരു കൂപ്പൺ കോഡ് ഞാൻ താഴെ നൽകാം. അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്കു FMൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജിൽ നിന്നും 50% ഇളവ് കിട്ടുന്നതാണ്. 398 രൂപയാണ് ഇയർലി ഫീസായിട്ട് കുക്കു FM ചാർജ് ചെയ്യുന്നത്. എൻ്റെ ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ MEM50 എന്ന് പറയുന്ന ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെറും 199 രൂപയ്ക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ശ്രമിച്ചു നോക്കുക. എന്നിട്ട് എന്നോട് അഭിപ്രായം തീർച്ചയായും പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും കഥയിലേക്ക് കിടക്കാം. ശേഷം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിൻസെന്റ് ആ ശവശരീരം വെട്ടി നുറുക്കുന്നു. അതിനിടയിൽ ആ ശരീരത്തിന്റെ ഒരു കഷ്ണം താഴേക്ക് വീഴുകയും വിൻസെന്റിന്റെ നായ ഓടി വന്ന് ആർത്തിയോടെ അത് കുമുകുമാന്ന് അകത്താക്കുകയും ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി നേരം ഒരുപാട് വൈകിയിരുന്നു. രാവിലെ ഈ പീസുകളെല്ലാം എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന് കരുതി ക്ഷീണിതനായ വിൻസെന്റ് പോയി കിടന്നുറങ്ങുന്നു. ക്ഷീണം കൊണ്ടാവണം അടുത്ത ദിവസം ഏറെ വൈകിയാണ് അയാൾ എഴുന്നേറ്റത്. വേഗം റെഡിയായി ഷോപ്പിലേക്ക് പോയപ്പോൾ സോഫി ഇറച്ചി വിൽപ്പന ഓൾറെഡി തുടങ്ങിയിരുന്നു. മുറിച്ചുവെച്ച യുവാവിന്റെ ശരീരം നോക്കി വിൻസെന്റ് ഞെട്ടിപ്പോയി. അതിൽ നിന്നും കുറച്ച് പീസുകൾ മിസ്സിംഗ് ആയിരുന്നു. മനുഷ്യമാംസമാണെന്നറിയാതെ സോഫി അത് ആർക്കോ വിറ്റിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് വിൻസെന്റ്. അപ്പൊ ആ ഇറച്ചി വാങ്ങിക്കൊണ്ടുപോയിരുന്ന ആന്റി കടയിലേക്ക് വീണ്ടും വരുന്നു. ആ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ ഭർത്താവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് കുറച്ചുകൂടി വേണം എന്ന് ആ സ്ത്രീ സോഫിയോട് പറയുന്നു. ഇത്രയും ബിൽഡപ്പിൽ ഒരു പെണ്ണുങ്ങൾ ഇത് പറയുന്നത് കേട്ടപ്പോൾ സോഫിക്കും അതിലൊരു പീസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ വിൻസെന്റിനെ കൊണ്ട് ഒരു പീസ് പാകം ചെയ്യിപ്പിച്ച് അത് അവളും കഴിക്കുന്നു. അതിന്റെ ടേസ്റ്റ് കാരണം അതിശയപ്പെട്ടു പോയ സോഫി ആ ഇറച്ചി എവിടെ നിന്നാണെന്ന് വിൻസെന്റിനോട് ചോദിക്കുന്നു. കടയിൽ ആള് നിൽക്കുമ്പോൾ ഇത് മനുഷ്യന്റെ ഇറച്ചിയാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് പുതിയതായി ഇറക്കുമതി ചെയ്ത ഇറാനിയൻ പന്നിയാണ്. ഇറാനിൽ യുദ്ധമൊക്കെ അവസാനിച്ചപ്പോൾ അവർ പന്നികളെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് വിൻസെന്റ് അവരോട് പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ പുള്ളി കഥയടിക്കുകയാണെന്ന് സോഫിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ആന്റിയെ വേഗത്തിൽ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ വീണ്ടും ആ മാംസം മുറിച്ചു നൽകുന്നു. ആന്റി പോയ ഉടനെ തന്നെ സോഫി ഇറാനിയൻ പന്നിയോ, എപ്പോ വാങ്ങി, എവിടുന്ന് വാങ്ങി, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിൻസെന്റിനോട് ചറപറ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. വേറെ
വഴിയില്ലാതെ അവൻ അവളോട് സത്യം തുറന്നു പറയുന്നു. ഇന്നലെ മരിച്ച ആ പയ്യന്റെ ബോഡി പഴകിയ ഇറച്ചിയുടെ കൂടെ മിക്സ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചു വെച്ചതാണ്. അതാണ് നീ അവർക്ക് നൽകിയത് എന്ന് വിൻസെന്റ് അവളോട് പറയുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞ് വിൻസെന്റ് അതുമെടുത്ത് പോകാനൊരുങ്ങുന്നു. നിങ്ങളവിടെ നിൽക്ക് മനുഷ്യ, ഇറച്ചി വെറുതെ കളയണ്ട, അതിന് നല്ല ടേസ്റ്റ് ആണ്, നമുക്കിത് വിൽക്കാം, നിറയെ പണവും കിട്ടും. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ വല്ല പോലീസ് നായും മണം പിടിച്ച് ഇങ്ങോട്ടേക്ക് വരും, ഇതാവുമ്പോ ആരും അറിയില്ല എന്ന് സോഫി പറയുന്നു. നിനക്കെന്താടി ഭ്രാന്താണോ? ഒരു പിച്ചും പേയും പറയുന്നു ഇത് മനുഷ്യന്റെ മാംസമാണ്, അതാണോ വിൽക്കാമെന്ന് പറയുന്നത് എന്ന് വിൻസെന്റ് അവളോട് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ആ ഇറാനിയൻ പന്നിയിറച്ചി ഒരു 4 കിലോയും എടുത്തോ എന്നും പറഞ്ഞ് ഒരാൾ ദേ വന്ന് നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങിപ്പോയ വിൻസെന്റും സോഫിയും വേറെ വഴിയില്ലാതെ ആ ഇറച്ചി മുറിച്ച് അയാൾക്ക് നൽകുന്നു. പിന്നീട് തുരുതുര ആൾക്കാർ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. എല്ലാവർക്കും ആവശ്യം ഇറാനിയൻ പന്നിയിറച്ചി തന്നെയായിരുന്നു. അങ്ങനെ കച്ചവടം തകൃതിയായി നടക്കുന്നു. മനുഷ്യമാംസത്തിന്റെ രുചി അന്നാട്ടുകാർക്ക് പേഷ പിടിച്ചിരിക്കണു. ഇറച്ചി വാങ്ങുന്നവരിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇറച്ചിക്ക് എമ്മാതിരി ടേസ്റ്റാണ് പറയാ, ഞാൻ അടിമയായി പോയി, നാളെയും വരാം, കുറച്ചധികം മാറ്റി വെച്ചേക്കണേ. ആ പിന്നെ അന്ന് ഈ കട തല്ലിപ്പൊളിച്ചവരെ ഞാൻ വേഗം പിടിച്ചു തരാം എന്നും പറഞ്ഞ് ആ പോലീസുകാരനും അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി വിൻസെന്റും ആ ഇറച്ചി പാകം ചെയ്ത് കഴിച്ചു നോക്കുന്നു. അവനും അതിന്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അമ്പോ മുടിഞ്ഞ ടേസ്റ്റ്, ഇതെന്നാപ്പ ഇത്രയും ടേസ്റ്റ് എന്ന് അവനും ചിന്തിക്കുന്നു. അപ്പൊ സോഫി പറയും, എന്തേ ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാ മനുഷ്യ ഞാൻ പറഞ്ഞ് നമുക്ക് ഇത് തന്നെ ബിസിനസ് ആക്കാം. നീ എന്താടി പറയുന്നത്? ഇതിനുവേണ്ടി നമ്മളെന്നാ മനുഷ്യനെ വേട്ടയാടാൻ പോകണോ? എനിക്കോ വയ്യ, ഞാൻ സമ്മതിക്കില്ല എന്ന് വിൻസെന്റ് ദേഷ്യപ്പെടുന്നു. നമുക്കിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല, നമ്മുടെ കടങ്ങൾ തീരണമെങ്കിൽ ഇതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. മനുഷ്യനെ വേട്ടയാടണം, അതും ഇറച്ചി തിന്ന് ജീവിക്കുന്നവരെ അല്ല, വെജിറ്റേറിയനായ ആളുകളെ കണ്ടെത്തി വേട്ടയാടണം, അവരുടെ ഇറച്ചിക്കാവും നല്ല രുചി എന്നും പറഞ്ഞ് സോഫി വിൻസെന്റിനെ നന്നായിട്ടൊന്ന് കൊതിപ്പിച്ചിട്ട് മുറിയിലേക്ക് പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അവിടെ വല്ല നടന്നോ എന്തോ. അടുത്ത ദിവസം വിൻസെന്റിന്റെ മകളും കാമുകനും അവരുടെ വീട്ടിലേക്ക് വരുന്നു. മകൾക്ക് വേണ്ടിയും വിൻസെന്റും സോഫിയയും ആ യുവാവിന്റെ മാംസം തന്നെ വിളമ്പുന്നു. മകളുടെ കാമുകനില്ലേ, പുള്ളിക്കാരനാണെങ്കിൽ വെജിറ്റേറിയൻ ആണ്. നിങ്ങൾ ദിവസവും എത്രയെത്ര ജീവികളെയാണ് കൊല്ലുന്നത്, അതും നിങ്ങളെപ്പോലെ തന്നെ ജീവനല്ലേ, അതെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ഈ കച്ചവടം നിങ്ങൾക്ക് ഉപേക്ഷിച്ചൂടെ എന്ന് സോഫിയോടും വിൻസെന്റിനോടും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നല്ല ലാഭം കിട്ടുന്ന ആ ബിസിനസ് ഉപേക്ഷിക്കാൻ സോഫിക്ക് മനസ്സ് വന്നില്ല. നമുക്ക് ഈ കച്ചവടം തുടർന്നു കൊണ്ടുപോകാമെന്ന് അവൾ വിൻസെന്റിനോടും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോകുന്നു. വെജിറ്റേറിയനായ ആൾക്കാരെ പൊക്കണല്ലോ. അങ്ങനെ അവർ അവിടെ വരുന്ന ഓരോരുത്തരെയായി സ്കെച്ചിടാൻ തുടങ്ങി. അതിനിടയിൽ ആ ഹോട്ടലിന്റെ ഓണർ നല്ല കിടിലൻ തടിയുള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. നല്ല പക്ക വെജിറ്റേറിയനും. മോനെ, ഇവനെ കിട്ടിയ പിന്നെ കുറെ നാളത്തേക്ക് വേറെ ഒരുത്തനെയും തപ്പി നടക്കണ്ട, അത്ര കൊണ്ട് വെട്ടി തീർക്കാൻ എന്നും ചിന്തിച്ച് അയാളെ തന്നെ പൊക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ വിൻസെന്റും സോഫിയും കൂടി ആ രാത്രി അയാളെ പിന്തുടരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇങ്ങനെ പ്ലാനൊക്കെ ഇട്ടെങ്കിലും ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും വിൻസെന്റിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ശ്രമം പാളിപ്പോകുന്നു. കൊല്ലാൻ പോയ വിൻസെന്റ് പേടിച്ചോടുന്നു. സോഫി പുറത്ത് കാറുമായി കാത്തിരിക്കുകയായിരുന്നു. വിൻസെന്റ് ഓടിച്ചെന്ന് കാറിൽ കയറുന്നു. ശേഷം ഇരുവരും അവിടെ നിന്ന് തടി തപ്പുന്നു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്തിരിയാൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു മാർഗം അവർ കണ്ടെത്തുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനറും പ്ലക്കാർഡും ഒക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് നഗരമധ്യത്തിൽ നിന്ന് സമരം ചെയ്യും, സമരം ചെയ്യും, ഇറച്ചിക്കടകൾ പൂട്ടും വരെയും സമരം ചെയ്യും എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു. സോ ഇവരുടെ മുദ്രാവാക്യം കേട്ടിട്ട് വെജിറ്റേറിയൻസ് ആയ ആൾക്കാർ അവരോടൊപ്പം കൂടും. അതിൽ തക്കവും സമയമൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരെ പൊക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. ഏതായാലും സംഗതി വർക്കൗട്ടായി. വെജിറ്റേറിയനായ ജോഷുവ എന്നൊരുത്തം വന്നിട്ട് സോഫിയെയും വിൻസെന്റിനെയും പരിചയപ്പെടുന്നു. അങ്ങനെ വിൻസെന്റും സോഫിയും ജോഷുവയെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിക്കുന്നു. അവൻ എത്തുന്നതിന് മുമ്പേ സോഫിയും വിൻസെന്റും അവിടെ പോയി തയ്യാറായി നിൽക്കുന്നു. സോഫി വിൻസെന്റിനോട് പറയും, ഇത് നിങ്ങളുടെ ആദ്യത്തെ വേട്ടയാണ്. ഒന്നാമത്തേതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. പക്ഷെ പിന്നീട് നിങ്ങൾക്കത് ചെയ്യാൻ ഒരു അറപ്പും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഭംഗിയായി ചെയ്യാൻ നോക്ക്. അത് കേട്ട് വിൻസെന്റ് ആവട്ടെ കത്തിയൊക്കെ എടുത്തിട്ട് ജോഷുവയെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. പറഞ്ഞ സമയത്ത് തന്നെ ജോഷുവ അങ്ങോട്ടേക്ക് വരുന്നു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വിൻസെന്റ് കത്തിയും പിറകിലൊളിപ്പിച്ച് ജോഷുവയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. വിൻസെന്റ് അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കത്തി എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ വന്ന വാഹനത്തിൽ നിന്ന് വേറെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും. അതോടെ വിൻസെന്റ് വേഗം കത്തി പിറകിലൊളിപ്പിക്കുന്നു. ഇവരും നമ്മളെപ്പോലെ തന്നെയാണ് ഇറച്ചിക്കടകൾക്കെതിരെ സമരം നടത്തുന്നവർ. നമ്മളെല്ലാവരും ചേർന്ന് ഒരു ഇറച്ചിക്കട പൂട്ടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം എന്ന് ജോഷുവ വിൻസെന്റിനോടും സോഫിയോടും പറയുന്നു. ഇപ്പൊ പിൻവാങ്ങിയാല് കള്ളക്കളി പൊളിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ജോഷുവയുടെ വാനിൽ അവരെല്ലാവരും അവിടെ നിന്നും ആ ഇറച്ചിക്കട ലക്ഷ്യമാക്കി പോകുന്നു. വാനിൽ വെച്ച് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നവർ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് വിൻസെന്റിനോട് ചോദിക്കുന്നു. ഞങ്ങൾ പൂക്കട ബിസിനസ് ചെയ്യുകയാണെന്ന് സോഫി അവരോട് കള്ളം പറയുന്നു. അതിനുശേഷം അവരെല്ലാവരും വേഷം മാറി മാസ്കുകൾ ധരിക്കുന്നു. കടയുടെ മുന്നിലെത്തിയപ്പോഴാണ് തങ്ങൾ വന്നിരിക്കുന്നത് മൈക്കിളിന്റെ ഇറച്ചിക്കട പൊളിക്കാനാണെന്ന് വിൻസെന്റിനും സോഫിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ വിൻസെന്റും കൂട്ടരും ചേർന്ന് മൈക്കിളിന്റെ കട അടിച്ച് പൊളിക്കുന്നു. വിൻസെന്റിന് ഏതായാലും മൈക്കിളിനോട് ഭയങ്കര അസൂയാണ്. അതിന്റെ പേരിൽ വിൻസെന്റ് എന്ത് ചെയ്തു
എന്താണെന്നറിയോ? മൈക്കിളിന്റെ ഒരു കട്ടൗട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് തന്നെ അവൻ മൂത്രമൊഴിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ വിൻസെന്റും സോഫിയും കൂടി ഒരു റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കുകയാണ്. ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാവുന്നു. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, എത്ര ദിവസമായി ഒരു മനുഷ്യനെ ഇതുവരെ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല, എന്തൊരു കഷ്ടകാലമാണ് ദൈവമേ എന്നൊക്കെ പറഞ്ഞ് സോഫി വിൻസെന്റിനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നീ കണ്ടുപിടിച്ച് കൊണ്ടുപോടി എന്ന് സോഫിയോട് ദേഷ്യപ്പെട്ടിട്ട് വിൻസെന്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വിൻസെന്റ് അവിടെ നിന്നും പോയതിനു ശേഷം സോഫി ആ ഹോട്ടലിലെ ഒരു ജോലിക്കാരനുമായിട്ട് സംസാരിച്ച് സൗഹൃദം സ്ഥാപിക്കുന്നു. അങ്ങനെ അയാൾ ഒരു വെജിറ്റേറിയൻ ആണെന്ന് സോഫിക്ക് മനസ്സിലാവുന്നു. ശേഷം അവൾ അവനോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിച്ച് അവനെ വീട് വരെ എത്തിക്കുന്നു. വീടിന് താഴെ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സോഫി കുറച്ച് റൊമാൻറ്റിക്കായി ആ പയ്യനെ കിസ് ചെയ്യാൻ പോകുന്നു. ആ ഇപ്പൊ കിട്ടും ഒരു ഉമ്മ എന്ന പ്രതീക്ഷയിൽ അവൻ ചുണ്ടും നീട്ടി അവളുടെ അടുത്തേക്ക് പോകുന്നു. സോഫി എന്താ ചെയ്തത്? അവന്റെ നാവിൽ ഒരൊറ്റ കടി, ചോര കുടുകുടാ ഒഴുകാൻ തുടങ്ങി. അയ്യോ അബദ്ധത്തെ പറ്റിയതാണ്, എനിക്ക് കുറച്ച് ആക്രാന്തം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവനെ വശീകരിച്ച് അവൾ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അല്ല, ഞാനിപ്പോ നിന്റെ വീട്ടിലേക്ക് വന്ന നിന്റെ ഭർത്താവ് എവിടെയില്ലേ, ഇതൊക്കെ പ്രശ്നമില്ലേ എന്ന് അയാൾ സോഫിയോട് ചോദിക്കുന്നു. എന്ത് പ്രശ്നം? അയാൾ വെറും ഉണ്ടാക്കാനാണ്, വെറും മാങ്ങാതലയൻ, അയാളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വാന്നേ എന്നും പറഞ്ഞ് അവനെയും കൂട്ടി സോഫി വീടിനുള്ളിലേക്ക് കയറുന്നു. എന്നിട്ട് അവന്റെ ഷർട്ടൊക്കെ ഊരിമാറ്റി സോഫയിലിരുത്തി മസാജ് ചെയ്യുന്നു. ഇത് കണ്ട വിൻസെന്റിനാകെ കലിയേറി. അവളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് നീ എന്തോന്നാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതോരുത്തന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടെന്ന് ഇമാതിരി കോപ്രായം കാണിച്ചു വെക്കുന്നത് എന്നും പറഞ്ഞ് വിൻസെന്റ് അവളോട് ചൂടാവുന്നു. ഞാൻ അവൻ എന്റെ കാമം തീർക്കാൻ കൊണ്ടുവന്നതല്ല, അതാണ് നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗം, നിങ്ങൾ വേട്ടക്ക് തയ്യാറായിക്കോ, അവനൊരു വെജിറ്റേറിയൻ കൂടിയാണ്, നല്ല രുചിയുള്ള ഇറച്ചി ഇന്ന് നമുക്ക് ഒപ്പിക്കണം എന്ന് സോഫി വിൻസെന്റിനോട് പറയുന്നു. നോക്ക്, ഈ കാര്യം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ ഈ മനുഷ്യന്റെ ഇറച്ചിയൊന്നും വിൽക്കാൻ പാടില്ല, അതുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ടേക്ക് എന്ന് വിൻസെന്റ് സോഫിയോട് പറയുന്നു. പക്ഷെ സോഫി അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ നിർബന്ധം പിടിച്ച് വിൻസെന്റിനെ അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. വിൻസെന്റ് ചെല്ലുമ്പോൾ അവൻ ഡ്രസ്സൊക്കെ ഊരിമാറ്റി പിറന്നപടി സോഫിയുമായിട്ട് രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. വിൻസെന്റിനെ കണ്ടപ്പോൾ അവൻ വിൻസെന്റിനോട് പറയും, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, ഞാൻ ആക്ച്വലി പുള്ളിക്കാരി പെട്ടെന്ന് വരുന്ന വിചാരിച്ചത്, അല്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പിന്നെ നിങ്ങളും കൂടി കൂടിക്കോളൂ, നമുക്ക് 3 പേർക്കും കൂടി ജോലിയാക്കാം എന്ന് അവൻ വിൻസെന്റിനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നു. അത് കേട്ടതും വിൻസെന്റിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ കയ്യിൽ കിട്ടിയ സാധനം എടുത്ത് അവന്റെ തല അടിച്ച് പൊളിക്കുന്നു. എന്നിട്ടും കലിയടങ്ങാത്ത വിൻസെന്റ് കണ്ണ് കണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അവനെ തല്ലിക്കൊല്ലുന്നു. അവന്റെ തല പൊട്ടി ചിതറിത്തെറിച്ച ചോര വിൻസെന്റിന്റെ മുഖത്ത് പടർന്നിരുന്നു. ആ സമയത്ത് തന്നെ അപ്രതീക്ഷിതമായി വിൻസെന്റിന്റെയും സോഫിയുടെയും മകൾ അങ്ങോട്ടേക്ക് വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സോഫി ആ ശവശരീരം സോഫയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. പേടിച്ചു വിറച്ച വിൻസെന്റ് ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന അക്യൂറിയത്തിൽ തന്നെ മുഖം കഴുകി വൃത്തിയാക്കുന്നു. ശേഷം മകൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ രണ്ടുപേരും കാഷ്വലായിട്ട് അവിടെ ഇരിക്കുന്നു. ഈ മോളാണെങ്കിൽ അവളുടെ കാമുകനുമായിട്ട് ഉടക്കി പിരിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മോൾ അധികം നേരം ഇവിടെ ഇരുത്താൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ വിൻസെന്റ് അവളെ സമാധാനിപ്പിച്ച്, ഇതൊക്കെ സാധാരണ അടി, നമ്മളൊക്കെ ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കും, അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, നീ അവന്റെ അടുത്തേക്ക് തന്നെ പോയിക്കോ, അവനും ഇപ്പം വിഷമിച്ച് നിൽക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിൻസെന്റ് മകളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അതിനുശേഷം സോഫിയും വിൻസെന്റും ആ ശവശരീരം ഇറച്ചിക്ക് വേണ്ടി അരിഞ്ഞരിഞ്ഞിടുന്നു. അടുത്ത ദിവസം രാവിലെ സോഫിക്ക് നോവയുടെ കോൾ വരുന്നു. തന്റെ കട ആരോ തല്ലി തകർത്തു എന്ന് അവൾ സോഫിയോട് പറയുന്നു. അങ്ങനെ സോഫിയും വിൻസെന്റും കൂടി നോവയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആ കട തല്ലിപ്പൊളിച്ചതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ആർക്കും ഒരു സംശയം തോന്നിയിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇറാനിയൻ പന്നിയിറച്ചിക്ക് വേണ്ടിയിട്ട് വിൻസെന്റിന്റെ കടയിൽ തിക്കും തിരക്കുമായിരുന്നു. ആളുകൾ കൂടിയതോടെ സ്റ്റോക്ക് പെട്ടെന്ന് തീരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റോക്കിന് വേണ്ടിയിട്ട് അവരാദ്യം ഒരു തടിയനെ കൊല്ലാൻ തീരുമാനിച്ചില്ലേ, അവനെ തന്നെ ഇത്തവണ അവർ കശാപ്പ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് കൊലപാതകങ്ങളുടെ വെടിക്കെട്ട് തന്നെ അവർ നടത്തി. വെജിറ്റേറിയൻസായ നിരവധി പേരെ ക്രൂരമായും മൃഗീയമായും പൈശാചികമായും വിജൃംഭിച്ചതുമായ രീതിയിൽ ഇറച്ചിക്ക് വേണ്ടി അവർ കൊന്നുതള്ളി. കച്ചവടമാണെങ്കിൽ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. അതോടെ ആൾക്കാരെ കൊല്ലുന്നതെല്ലാം അവർക്ക് ഹരമായി മാറി തുടങ്ങി. ഇറച്ചിക്ക് ആവശ്യക്കാർ കൂടിയതോടുകൂടി അവർ അതിന്റെ വിലയും കൂട്ടി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. അതോടെ വിൻസെന്റിന്റെയും സോഫിയുടെയും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി വിൻസെന്റും സോഫിയും കൂടി ഫെനി എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ചെറുപ്പക്കാരനെ ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തുന്നു. ശേഷം അവനെ കൊല്ലാനായി വിൻസെന്റ് ഒരുങ്ങുന്നതിനിടയിൽ ഫെനി അത് കാണുകയും വിൻസെന്റിന്റെ കിടുങ്ങാമണി ചവിട്ടി പൊട്ടിച്ച് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ രക്ഷപ്പെട്ടു പോയാൽ തങ്ങൾക്ക് പണി കിട്ടുമെന്ന് ഉറപ്പുള്ള വിൻസെന്റും സോഫിയും അവനെ കൊലപ്പെടുത്തുന്നതിനായി പിന്നാലെ ഓടുന്നു. ഹാർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്ന ഫെനിയാവട്ടെ പേടിച്ച് വിറച്ച് ഓടുന്നതിനിടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു വീഴുന്നു. ഇതിപ്പോ ലാഭായല്ലോ എന്ന് ചിന്തിച്ച് ആ ശവശരീരം വെട്ടി നുറുക്കുന്നതിനായി അവർ എടുത്തുകൊണ്ടുപോകുന്നു. അടുത്ത ദിവസം തന്നെ ആ ഇറച്ചി പാകം ചെയ്ത് വിൻസെന്റും സോഫിയും കൂടി മൈക്കിളിനും നോവയ്ക്കും വിളമ്പുന്നു. രുചിയേറിയ ഇറച്ചി വെട്ടി വിഴുങ്ങുന്നതിനിടയിൽ മൈക്കിളിന്റെ വായിൽ എന്തോ കുടുങ്ങുന്നു. അത് ഒരു പേസ് മേക്കർ ആണെന്ന് നേഴ്സ് കൂടിയായ നോവയ്ക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നു. അതോടുകൂടി
അവർക്ക് വിൻസെന്റിനെയും സോഫിയെയും സംശയം തോന്നുന്നു. ഈ ഇറച്ചി നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് മൈക്കിൾ വിൻസെന്റിനോട് ചോദിക്കുന്നു. പക്ഷെ അതിന് കൃത്യമായ ഉത്തരമൊന്നും പറയാതെ വിൻസെന്റ് ഒഴിഞ്ഞു മാറുന്നു. മാത്രമല്ല മൈക്കിളിന്റെ ബിസിനസ് ഒക്കെ പൊട്ടിയതിനെ പറ്റി പറഞ്ഞ് വിൻസെന്റ് അയാളെ കളിയാക്കുകയും ചെയ്യുന്നു. അതോടെ രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നു. ആ വഴക്കിനിടയിൽ വിൻസെന്റ് മൈക്കിളിന്റെ ചെവി കടിച്ച് പറിച്ച് ചവച്ച് തുപ്പുന്നു. നിന്റെ ഭർത്താവ് എന്താണ് ഇങ്ങനെ ഒരു കാടനെ പോലെ പെരുമാറുന്നത് എന്ന് നോവ സോഫിയോട് ചോദിക്കുന്നു. അതിന് നിന്റെ ഭർത്താവല്ല എന്റെ ഭർത്താവിനെ ആദ്യം തല്ലാൻ വന്നത്, അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറഞ്ഞ് വിൻസെന്റിനെയും കൂട്ടി സോഫി അവിടെ നിന്നും പോകുന്നു. ആ ഒരു സംഭവത്തോടുകൂടി മൈക്കിളിനും നോവയ്ക്കും അവരെ കൂടുതൽ സംശയമാവുന്നു. അതിനുശേഷവും അവർ മൃഗീയമായ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഒരു സംശയവും ഉണ്ടാകാതിരിക്കാൻ തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും കൊലകൾ ചെയ്തു കൂട്ടിയത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ഒരു പിക്നിക്കിന് പോകുന്നു. ഒരു പുൽത്തകിടിയിൽ ടെന്റൊക്കെ കെട്ടി അവിടെ ഇറച്ചിയൊക്കെ പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സോഫിയും വിൻസെന്റും. ആ സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരോട് അവിടെ നിന്നും കുറച്ച് മാറിയിരിക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്നും വന്നിരിക്കാറുള്ള സ്ഥലമാണ്, ഇവിടെ വെച്ചാണ് ഞാൻ യോഗ ചെയ്യാറുള്ളത്. അവിടെ നിങ്ങളിങ്ങനെ നോൺ വെജ് പാകം ചെയ്ത് കഴിക്കുന്നതൊന്നും ശരിയല്ല, എനിക്കതിന്റെ മണം തന്നെ ഇഷ്ടമല്ല, എനിക്കിപ്പോ യോഗ ചെയ്യണമെന്നുണ്ട്, നിങ്ങൾക്കൊന്ന് മാറിപ്പോവാമോ എന്ന് അയാൾ അവരോട് അപേക്ഷിക്കുന്നു. അതോടെ അയാൾ ഒരു വെജിറ്റേറിയൻ ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഓ അതിനെന്താ, നിങ്ങൾ യോഗ ചെയ്തോളൂ എന്നും പറഞ്ഞ് അവർ അയാളെ അതിനനുവദിക്കുന്നു. അയാൾ കുനിഞ്ഞു നിന്ന് യോഗാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വിൻസെന്റും സോഫിയും കൂടി അയാളുടെ ആസനത്തിൽ തന്നെ വെടിവെച്ച് അയാളെ കൊല്ലുന്നു. അതിനുശേഷം അവർ പുതിയ ഇരകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് നല്ല ആരോഗ്യവാനായ തടിച്ച ഒരു കുട്ടിയെ കണ്ടപ്പോൾ വിൻസെന്റ് ആർത്തിയോടെ നാവ് നുണയുന്നു. ആ സമയത്താണ് വിൻസെന്റിന്റെ മകളും കാമുകനായ ലൂക്കാസും അങ്ങോട്ടേക്ക് വരുന്നത്. ഇറച്ചിവെട്ടുകാരായ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇത് നിങ്ങൾക്കുള്ള സ്ഥലമല്ല, പോവാൻ നോക്ക് എന്നും പറഞ്ഞ് ലൂക്കാസ് അവരോട് ദേഷ്യപ്പെടുന്നു. അതോടെ വിൻസെന്റും സോഫിയും തൽക്കാലത്തേക്ക് അവിടെ നിന്നും പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം ജോഷുവയുടെ ആ മുടിയൻ കൂട്ടുകാരൻ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് മൈക്കിളിന്റെ കട തല്ലി പൊളിച്ചപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ മറന്നിട്ടില്ലല്ലോ അല്ലെ? ഫുഡ് ഫെസ്റ്റിവലിൽ നിന്നും പുറത്തിറങ്ങിയ വിൻസെന്റും സോഫിയും അടുത്ത ഇരയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്നും ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീയെ ആരും കാണാതെ വിൻസെന്റ് കൊലപ്പെടുത്തുന്നു. എന്നിട്ട് അടുത്ത ദിവസത്തെ ഇറച്ചിക്ക് വേണ്ടി അവളുടെ ശരീരം പീസ് പീസായി അരിയുന്നു. ആ സമയത്ത് അവന്റെ സ്ഥിരം കസ്റ്റമറായിരുന്ന പോലീസുകാരൻ കടയ്ക്ക് മുന്നിലേക്ക് വരുന്നു. വിൻസെന്റ് അയാളോട് സംസാരിക്കുന്നതിനിടയിൽ വിൻസെന്റിന്റെ നായ ആ യുവതിയുടെ കൈപ്പത്തിയും കടിച്ചു പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷെ ആ പോലീസുകാരൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ ആ പോലീസുകാരൻ വിൻസെന്റിനോട് പറയും, നഗരത്തിൽ ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട്, എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്, ഞാൻ അതിന്റെ അന്വേഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വിൻസെന്റിന്റെ ഇറാനിയൻ പന്നിയെ പ്രശംസിച്ച് അയാൾ അവിടെ നിന്ന് പോകുന്നു. അതോടുകൂടി ഇനിയും ഈ മനുഷ്യവേട്ട തുടർന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് വിൻസെന്റിന് ഒരു പേടിയുണ്ടാകുന്നു. ശേഷം അവൻ സോഫിയുടെ അടുത്തേക്ക് ചെന്ന്, നമുക്ക് പണം സമ്പാദിക്കാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, എനിക്കിതെന്തോ ശരിയായിട്ട് തോന്നുന്നില്ല, ഇനി നമ്മൾ ആരെയും കൊല്ലരുത്, പണം സമ്പാദിക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെ വളരെ ഫീൽ ചെയ്തുകൊണ്ട് വിൻസെന്റ് സോഫിയോട് പറയുന്നു. ആ സമയത്ത് ലൂക്കാസ് അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളോട് വളരെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്, അത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, നിങ്ങളത് മനസ്സിൽ വയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സോഫിയോടും വിൻസെന്റിനോടും ക്ഷമ ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല മോനെ, നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു, അതെനിക്ക് അറിയാതെ പറ്റിയതല്ലേ, നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞ് സോഫി അവന്റെ അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് വിൻസെന്റിനോട് പറയും, നിങ്ങൾ പോയിട്ട് ഇവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വന്നേ, അവൻ വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും കൊടുക്കാതെ എങ്ങനെ ഇരിക്കുക എന്നും പറഞ്ഞ് വിൻസെന്റിനെ ഒരുമാതിരി ഒരു നോട്ടം നോക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ലൂക്കാസിനെ വെട്ടിക്കൂട്ടി കറിവെക്കാനാണ് സോഫിയുടെ പ്ലാൻ എന്ന് വിൻസെന്റിന് മനസ്സിലായി. അതോടെ വിൻസെന്റ് ആ ചെക്കനെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും ഒഴിവാക്കുന്നു. എന്നിട്ട് അവൻ സോഫിയോട് ദേഷ്യപ്പെടുന്നു. നീ എന്താണ് ഇങ്ങനെ ഒരു നികിഷ്ട ജന്മമായി പോയത്? സ്വന്തം മരുമകൻ തന്നെയാണോ നീ വെട്ടി വിൽക്കാമെന്ന് ചിന്തിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിൻസെന്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസവും പതിവ് പോലെ തന്നെ ഇറാനിയൻ പന്നിയിറച്ചിക്ക് വേണ്ടി വിൻസെന്റിന്റെ കടയ്ക്ക് മുന്നിൽ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നവരോടെല്ലാം ഇറാനിയൻ പന്നിയിറച്ചി വിൽക്കുന്നത് ഞങ്ങൾ നിർത്തിയെന്നും പറഞ്ഞ് വിൻസെന്റ് അവരെയെല്ലാം മടക്കി അയക്കുന്നു. അതിന്റെ പേരിൽ സോഫി ആകട്ടെ വിൻസെന്റിനോട് ദേഷ്യപ്പെടുന്നു. സങ്കടം സഹിക്കവയ്യാതെ വിൻസെന്റ് കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. സോഫി അതിനുശേഷം കട ക്ലീൻ ചെയ്ത് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ ആരോ 3 പേർ വന്നിട്ട്, ചേച്ചി നമുക്ക് കുറച്ച് പൂവ് തന്നെ എന്ന് സോഫിയോട് പറയുന്നു. പൂവോ? ഇത് ഇറച്ചി കടയാടോ എന്ന് പറഞ്ഞ് സോഫി തലയുയർത്തി നോക്കുമ്പോൾ ജോഷുവയും സംഘവുമാണത്. മുമ്പ് ഇവർ പൂക്കടയാണ് നടത്തുന്നതെന്നല്ലേ അവരോട് പറഞ്ഞിരുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ സോഫി അന്തം വിട്ടു നിൽക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്ത സീനിൽ നമ്മുടെ വിൻസെന്റ് അവന്റെ നായയെ വാക്കിങ്ങിന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനിടയിൽ നായ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജോഷുവയുടെ വാഹനം കണ്ട് കുരയ്ക്കാൻ തുടങ്ങി. അതോടെ വിൻസെന്റും അത് ശ്രദ്ധിക്കുന്നു. അതേസമയം ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ജോഷുവയും സംഘവും കൂടി സോഫിയെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ട് അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ വിൻസെന്റ് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് എത്തുന്നു. എന്റെ ഭാര്യയെ പിടിച്ചു വെച്ച് ഉപദ്രവിക്കുന്നോടാ എന്നും പറഞ്ഞ് വിൻസെന്റ് അവരെ അടിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണ് ഒരു കത്തിയെടുത്ത് വിൻസെന്റിന് നേരെ ചീറിയെടുക്കുന്നു. വിൻസെന്റ് ആവട്ടെ ഇറച്ചി വെട്ടുന്ന കത്തിയെടുത്ത് ആ പെണ്ണിന്റെ തലയിലേക്ക് ഓങ്ങി എറിയുന്നു. നല്ല കിണ്ണം കാച്ചി ഉന്നം കത്തി തലയിൽ തറച്ചു കയറി അവൾ അപ്പം തന്നെ സ്പോട്ട് ഔട്ട്. ആ നായ ആവട്ടെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ
മുടിയന്റെ കിടുങ്ങാമണി കട്ടിച്ചു പറിക്കുന്നു. പക്ഷെ ജോഷുവയെ അടിച്ചു തോൽപ്പിക്കാൻ വിൻസെന്റിന് സാധിച്ചില്ല. അവൻ വിൻസെന്റിനെ അടിച്ചു പൊളക്കുന്നു. മാത്രമല്ല ഒരു കമ്പിയെടുത്ത് അവന്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കുന്നു. അവിടെ തൂക്കിയിട്ടിരുന്ന ഇറച്ചിയോട് ചേർത്ത് അവൻ വിൻസെന്റിനെ കുത്തി നിർത്തുന്നു. അപ്പോഴേക്കും സോഫി കഷ്ടപ്പെട്ട് കയ്യിലെ കെട്ടഴിക്കുന്നു. എന്നിട്ട് അവിടെ ഇറച്ചിയൊക്കെ തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന കമ്പിയുണ്ടല്ലോ, അത് ജോഷുവയ്ക്ക് നേരെ തൂക്കിയെറിയുന്നു. അവന്റെ കണ്ണിലൂടെ അത് തുളച്ചു കയറി അവന്റെ ലൈഫും ജിങ്കലാല. അതിനുശേഷം സോഫി വിൻസെന്റിന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയിരിക്കുന്ന ആ കമ്പി വലിച്ചൂരി അവനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. ആ സീൻ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ക്രൈം സ്റ്റോറി പ്രോഗ്രാമിന്റെ എപ്പിസോഡാണ് കാണിക്കുന്നത്. വിൻസെന്റിനെയും സോഫിയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തതായും അവർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചതായും ആ എപ്പിസോഡിൽ പറയുന്നു. അവരുടെ അറസ്റ്റിലേക്ക് നയിച്ച കാര്യങ്ങളെപ്പറ്റി നോവയും മൈക്കിളും വിശദീകരിക്കുന്നതും നമുക്ക് കാണാം. ഒരു ചെറിയ വാക്കുതർക്കത്തിന്റെ പേരിൽ ആ വിൻസെന്റ് എന്റെ ചെവി കടിച്ചു പറിച്ചു. അതോടെയാണ് എനിക്ക് അവരുടെ കാര്യത്തിൽ സംശയമുണ്ടായത്. ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഞാൻ ഈ ചെവി നേരെയാക്കിയത്. അതിനുശേഷം ഞാൻ നടത്തിയ അന്വേഷണങ്ങളിലാണ് അവരുടെ കള്ളങ്ങളെല്ലാം പുറത്തു വന്നത്. അങ്ങനെയാണ് ഞാൻ അവരെക്കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് നൽകിയത് എന്നൊക്കെ മൈക്കിൾ വിശദീകരിച്ച് പറയുന്നു. കോടതി വിൻസെന്റിനും സോഫിക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. പക്ഷെ അപ്പോഴും സോഫിക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. അവൾ ആകെ പശ്ചാത്തപിച്ചത് ഫെനിയുടെ ഇറച്ചി മൈക്കിളിനും നോവയ്ക്കും വിളമ്പിയതിന്റെ പേരിൽ മാത്രമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവർ പിടിക്കപ്പെടില്ലായിരുന്നു എന്ന് അവൾ ചിന്തിക്കുന്നു. ആ ഒരു രംഗത്തോടുകൂടി സിനിമ അവസാനിക്കുന്നു.